കൽക്കട്ടയിലെ തെരുവുകളിൽ ആലംബഹീനർക്കായി ജീവിതം സമർപ്പിച്ച മദർ തെരേസയുടെ പേരിലാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ കൽക്കട്ടയിലെ ചേരികളിലേക്കുള്ള റോഡുകൾ പോലും ഇതിലും മനോഹരമായിരുന്നു എന്ന് വേണം വിശ്വസിക്കുവാൻ. പാടം ഉഴുതുമറിച്ച രീതിയിലാണ് ഈ റോഡ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. നൂറുകണക്കിന് കുടുംബങ്ങളിലേക്കുള്ള വഴിയാണ് കാലവർഷത്തിൽ തകർന്ന് ചെളിക്കുളമായി മാറിയിരിക്കുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥ മൂലം സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. സ്കൂൾ യൂണിഫോം അണിഞ്ഞ് ഷൂവും ടൈയും കെട്ടിയിറങ്ങുന്ന വിദ്യാർത്ഥികൾ കുറവലങ്ങാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെത്തി കാലും മുഖവും വൃത്തിയാക്കിയ ശേഷം വാഹനങ്ങളിൽ കയറേണ്ടുന്ന ഗതികേടാണ് റോഡിന്റെ ശോച്യാവസ്ഥ മൂലം സംജാതമായിരിക്കുന്നത്. റോഡ് ടാറിംഗ് നടത്തി യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ടെങ്കിലും ബന്ധപ്പെട്ട അധികൃതരാരും ഇത് മുഖവിലക്കെടുക്കാൻ തയ്യാറാകാത്തതാണ് നാട്ടുകാരുടെ ദുരിതത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥ സംബന്ധിച്ച് നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. നല്ല വഴി തന്നെയാണോ? പിന്നെ അല്ല നല്ല ഫസ്റ്റ് വഴി. നല്ല കൊച്ചുകളൊക്കെ ആയിട്ട് വന്നാരാണെങ്കിൽ വീണ് എത്തോളൂ. എത്ര ദിവസമായി എന്നാ ഇങ്ങനെയായിട്ട്? എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ ഇവിടെ ഒരു വീട്ടിൽ ഒന്നൊന്നര മാസമായി. ഈ മഴ തുടങ്ങിയപ്പോ തുടങ്ങിയായിരിക്കും ഇങ്ങനെ ആയത്. ഈ ഒരു 1.5 മാസമായിട്ട് ഇതുപോലെ ചെളിയാ. ഒരു രക്ഷയില്ല. നമുക്ക് നടക്കാൻ വേണ്ടി വണ്ടിയെ പോകത്തില്ല, നടക്കത്തില്ല. കാൽനടക്ക യാത്രക്കാർക്ക് ആർക്കും പറ്റത്തില്ല. നമുക്ക് വളരെ കുളമായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് നടക്കാൻ പറ്റത്തില്ല. ഒരു രക്ഷയില്ല. നമുക്ക് യാത്രക്കാർക്ക് ഒരു കാരണവശാലും നടന്നു പോകുന്നവർക്കോ വണ്ടിയെ പോകുന്നവർക്കോ ഒരു കാരണവശാലും പറ്റത്തില്ല. എനിക്കറിയാം വഴിയിൽ നിന്ന് മാറി ഞാൻ പോകുന്നത്. ഇപ്പം അപ്പുറത്തെ വഴിയാണ് പോകുന്നത്. യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് വഴി. വേറെ വഴിയുണ്ടോ? വേറെ വഴി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വേറെ സ്ഥലത്തു കൂടെ വേണം പോകാനുണ്ട്. ഈ വഴി മാത്രമേ ഉള്ളൂ. എന്നാ ചെയ്യണം? ഇപ്പം പഞ്ചായത്തിൽ നമ്മൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. യാത്രക്ക് ഇതിനുള്ള സമയമില്ലല്ലോ. മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ.